പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിസി. ഞാൻ UK-ലാണ്. ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നേച്ചറും കൃഷികളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഒരു രജിസ്റ്റേർഡ് ചാരിറ്റിയുടെ ഒരു മെമ്പർ കൂടിയാണ്. 1 വർഷം കഴിഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഇവിടുത്തെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു അനുജത്തി ടീനയാണ് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി എല്ലാം സപ്പോർട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മളൊക്കെ പിന്നിട്ട വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ? ഞങ്ങളുടെ ഡോഗ് ഉണ്ട് ഇവിടെ, ജർമ്മൻ ഷെപ്പേർഡാണ്. ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ. അവനൊന്ന് എനിക്ക് കൂട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിച്ച് പോകുന്ന പിന്നിട്ട വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? എനിക്ക് ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ പോസ്റ്റ് എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരി സാറ എനിക്ക് അയച്ചു തന്നതാണേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന് ടച്ചിങ്ങും അതുപോലെ തന്നെ നല്ല മധുര സ്മരണകളും തരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. നിങ്ങളും ഇത് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ചാനലിലൊന്നും ഇടാം നമുക്ക്. പഴയ കാലത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. പഴയ കാലവും പുതിയ കാലവും കൂടിയും തമ്മിലുള്ള ഒരു കമ്പയർ ചെയ്യുവാണ്. അന്ന് ഒറ്റ മുറിയുള്ള വീട്ടിൽ 5-10 പേർ ഒരുമിച്ച് താമസിക്കുന്നു. ഇന്ന് 5-10 മുറിയുള്ള വീട്ടിൽ 2-3 പേർ താമസിക്കുന്നു. എന്തൊരു ആപ്റ്റായ കാര്യമാണല്ലേ. എൻ്റെയൊക്കെ വീട്ടിൽ പണ്ട് ഞങ്ങൾ 5 മക്കളും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയായിരുന്നു. ഞങ്ങളപ്പോൾ 7 പേര്. ഞങ്ങൾക്കന്ന് മുറികൾ എനിക്കൊന്ന് 1, 2, 3 മുറികളേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മുടെ കൊയ്ത്തിൻ്റെ ഒക്കെ സീസൺ ആകുമ്പം ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ താമസിക്കാനായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ പഴമാങ്ങയുടെ ഒക്കെ സമയമാകുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അപ്പോൾ അവർ വരുമ്പോൾ നമ്മുടെ വീട്ടിലാണ് കിടക്കുന്നത്. അങ്ങനെ എവിടെ നമ്മൾ കിടക്കുന്നൊന്നും അങ്ങനെ ഒരു ചോദ്യമേ അന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹബന്ധങ്ങളായിരുന്നു അന്ന്. നമ്മുടെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും നമ്മുടെ ഇടയിൽ നമ്മുടെ ബന്ധുക്കാരും അയൽവക്കക്കാരും എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു ഗാഢമായ സ്നേഹമായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കളെല്ലാവരും ഗൾഫിലും അല്ലെങ്കിൽ ഇങ്ങനെ പ്രവാസ ലോകത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ മാതാപിതാക്കന്മാർ തനിച്ചാവുന്നു. വലിയ വീടൊക്കെ നമ്മൾ പണിയുന്നു, പക്ഷെ അതിനകത്ത് താമസിക്കാനായിട്ട് ആളുകൾ വളരെ കുറവാണ് അല്ലേ. ശരിക്കും എന്താ പറയുന്നത്, വളരെ അർത്ഥവത്തായ വരികൾ. ഒരു ചാൺ വയറിന് വേണ്ടി കിലോമീറ്ററോളം പോയി ജോലി ചെയ്യുന്നു അന്ന്. ഇന്ന് ഒരു ചാൺ വയർ കുറയ്ക്കുന്നതിന് വേണ്ടി കിലോമീറ്ററോളം നടക്കുന്നു. അന്നൊക്കെ നമ്മുടെ നാടുകളിൽ കൂടുതലും കൂലിപ്പണികളായിരുന്നു അല്ലേ സാധാരണക്കാർക്ക്. കൊയ്ത്ത്, പുല്ല് പറിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ പറമ്പുകളിൽ തെങ്ങിന് തടമെടുക്കുന്നത്, കണ്ണി കൂട്ടുന്നത്, ചവറ് വെട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള വിറക് വെട്ടുന്നത്, പിന്നെ നമ്മുടെ ഈ തെങ്ങിൻ്റെ തേങ്ങ ഇടുന്നത്, അതിൻ്റെതൊക്കെ പറിച്ച് താഴെ ഇടുമ്പം നമ്മളിതൊക്കെ കൂട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള പണികളായിരുന്നു കൂടുതലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇഷ്ടിക കളത്തിലുള്ള ജോലികൾ. ഇതിനൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ മാത്രമായിരുന്നില്ല വീട്ടിലേക്ക് ജോലിക്ക് വരുന്നത് അല്ലേ. ഒരുപാട് ദൂരെ നിന്ന് അവർ നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ആ നടത്തിക്ക് ദൂരം ഉണ്ടെന്നൊന്നും അന്ന് അങ്ങനെ ആരും പറഞ്ഞതായിട്ട് നമ്മൾ ഓർക്കുന്നേ ഇല്ല അല്ലേ. അങ്ങനെ അന്ന് ഒരു ചാൺ വയറിന് വേണ്ടിയിട്ട് അന്നിങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് അന്നത്തെ ഭക്ഷണം കഴിച്ചു പോകണം, അരി വാങ്ങിക്കണം, റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കണം, ഭക്ഷണ സാധനങ്ങൾ അതൊക്കെ വാങ്ങിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിൽ നമുക്കെല്ലാവർക്കും, എനിക്കടക്കം, വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ കിലോമീറ്ററോളം നമ്മളിന്ന് അതിനു വേണ്ടി മാത്രം നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ നടക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു അല്ലേ. പണ്ട് അങ്ങനെ എക്സസൈസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു ഓർമ്മയിൽ ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വളരെ സത്യസന്ധമായ വരികളല്ലേ. അന്ന് ജീവിക്കാനായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇന്ന് ഭക്ഷണം കഴിക്കാനായി ജീവിക്കുന്നു. വളരെ കറക്റ്റാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോറും പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു കറിയൊക്കെ ഉണ്ടാവുന്നത്, ഒരു മീൻ കറി ഉണ്ടെങ്കിൽ വേറൊരു കറി അന്ന് ഉണ്ടാവുന്നത് വളരെ കുറവാണ്. അല്ലെങ്കിൽ സാമ്പാറാണെങ്കിൽ സാമ്പാർ, അല്ലെങ്കിൽ ചമ്മന്തി ആണെങ്കിൽ ചമ്മന്തി, 2-3 കൂട്ടം കറികളൊന്നും അന്ന് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം നമ്മൾ നാട്ടിൽ ഇന്നിപ്പം ഞങ്ങൾ 1 വർഷം നാട്ടിൽ പോയിപ്പം ചട്ടിച്ചോറെന്നും പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമല്ലോ. ആ ചട്ടിച്ചോറിനകത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഒരാൾക്ക് തിന്നാൻ പറ്റില്ല. മീൻ, ഇറച്ചി, അങ്ങനെ മീനിൻ്റെ തന്നെ 2-3 ടൈപ്പ്, ബീഫ്, ചിക്കൻ, പലതരത്തിലുള്ളത്, പച്ചക്കറികൾ വേറെ, ഒരു
ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷനിലെ ചട്ടിച്ചോറ് എന്ന് പറയുന്നത് പണ്ട് അതിരാവിലെ എഴുന്നേറ്റ് തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് നമ്മുടെ മീനിൻ്റെ ചട്ടി എങ്ങാനും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ ചോറെടുത്ത് ഈ മീൻ ചട്ടിയിലിട്ട് തൈരെങ്ങാനും ഉണ്ടെങ്കിൽ മിക്കപ്പോഴും തൈരുണ്ടാവാറുണ്ട്. തൈരും മുറ്റത്തുള്ള മുളകും പൊട്ടിച്ച് അല്പം ഉപ്പും ഇട്ട് ഞെരടി ഒരു ഉള്ളിയും കൂടി ഇടാണെങ്കിൽ എന്താ പറയുക സ്വാദാണ് അതിന്. ഞെരടി കഴിച്ച് ആ വെള്ളം കൂടി കുടിക്കുന്നതാണ് നമ്മുടെ പണ്ടത്തെ ഒരു ചട്ടിച്ചോറല്ലേ, അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്ന ഒരു ഭക്ഷണം. പക്ഷെ ഇന്നത്തെ ചട്ടിച്ചോറ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ പോയി കഴിക്കുന്ന അത്രയും മാത്രം ആർഭാടമായ ഒരു ഭക്ഷണമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ അന്ന് ഓർക്കുകയും ചെയ്തു എന്തൊരു വലിയൊരു ഭക്ഷണം. ഇവിടേക്ക് ഇരുന്ന് നമ്മളിങ്ങനെ ഈ ചട്ടിച്ചോറെന്നൊക്കെ വെക്കുമ്പോൾ അയ്യോ കഴിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കും. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ തന്നെ ഇതായിപ്പോയി. ശരിക്കും നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു അളവ് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും, ഞാനടക്കം. അന്ന് വീടിനകത്ത് ഭക്ഷണം കഴിച്ച് പുറത്ത് ടോയ്ലറ്റിൽ പോകുന്നു, ഇന്ന് പുറത്ത് ഭക്ഷണം കഴിച്ച് അകത്ത് ടോയ്ലറ്റിൽ പോകുന്നു. വളരെ കറക്റ്റ്. അന്നൊക്കെ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പറമ്പുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് ഒരു അങ്ങേയറ്റത്തായിരുന്നു ടോയ്ലറ്റ്. അപ്പം നമ്മൾ അവിടെ പോയിട്ടാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ വീടിനകത്താണ് ടോയ്ലറ്റ്. എന്തൊരു വ്യത്യാസമല്ലേ. ഇന്ന് വീടിനകത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു, അന്ന് നമ്മൾ പുറത്ത് കുറേ ദൂരെ പോകുന്നു. ഇപ്പോൾ ഈ ബോംബെ ഒക്കെയുള്ള നഗരത്തിൽ നമ്മളൊക്കെ പഴയ കാലത്ത് ഞാനൊക്കെ അവിടെ പഠിച്ചത്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ല. അവിടെ റെയിൽവേ ട്രാക്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. ഇന്നത്തെ അവസ്ഥ അറിഞ്ഞൂടാട്ടോ എങ്ങനെയാന്ന്. പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ വന്നതാണേ ആ ഒരു കാലം അല്ലേ. പിന്നെയാണ് ഞാൻ എഴുതി വെച്ചതാണത്, അല്ലെങ്കിൽ മറന്നുപോകും. എല്ലാ പോയിന്റുകളും നമുക്ക് കിട്ടൂല്ലോ. അന്ന് മാനം മറയ്ക്കാനായി നമ്മൾ വസ്ത്രം ധരിക്കുന്നു, ഇന്ന് മാനം തുറന്നു കാട്ടാനായി നമ്മൾ വസ്ത്രം ധരിക്കുന്നു. നമ്മൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടല്ലേ, അയ്യോ കുറച്ചും കൂടി മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ എന്നല്ലേ. എനിക്ക് എപ്പോഴും നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കാനും അല്ലെങ്കിൽ ചുരിദാറൊക്കെ നമ്മുടെ ആ ഒരു പഴയ സ്റ്റൈലിൽ ഉടുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. നമ്മൾ വിമർശിക്കാൻ ആരുമല്ല, അത് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ജസ്റ്റ് തോന്നാറുണ്ട്, അത്രേ ഉള്ളൂ. അന്ന് കീറിയ വസ്ത്രങ്ങൾ നമ്മൾ തുന്നിയെടുത്ത് ഉപയോഗിക്കുന്നു, ഇന്ന് തുന്നിയെടുത്ത വസ്ത്രങ്ങൾ കീറിപ്പറിച്ച് ഉപയോഗിക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിക്കാറുണ്ട് ദൈവമേ ഇവർക്ക് എന്തേ പൈസ ഇല്ലേ വാങ്ങിക്കാനെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഒരു ഫാഷനാണെന്ന്. കൂടുതൽ ജീൻസൊക്കെ ഈ മുട്ടുകാലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കീറി പറഞ്ഞ രീതിയിലുള്ള അത് അങ്ങനെ തന്നെയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണല്ലോ. നമ്മൾക്ക് ശരിക്കും ഭയങ്കര അതിശയമായിരുന്നു അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ. നമ്മൾ പണ്ടൊക്കെ അങ്ങനത്തെ കീറിയത് നമ്മൾ എത്ര പ്രാവശ്യം തുന്നിയെടുത്തിട്ടുണ്ടല്ലേ. പിന്നെയും പറ്റിയില്ലെങ്കിൽ മെഷീനിൽ കൊണ്ട് അടുപ്പിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഡ്രസ്സൊക്കെ പണ്ടിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അതിന് പകരം കീറിയാണ്, അതും ഒരു ഫാഷനായിട്ട് മാറി. അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്നും അടി കിട്ടാതിരിക്കുവാൻ കുട്ടികൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് കുട്ടികളുടെ കയ്യിൽ നിന്നും അടി കിട്ടാതിരിക്കുവാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു. വളരെ കറക്റ്റാണ് കേട്ടോ. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ സ്കൂളിൽ കോമ്പൗണ്ടിൽ തന്നെ പള്ളി ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ക്ലാസ് തുടങ്ങുന്നതിന് മുൻപും ഇൻ്റർവെൽ ടൈമിലും എപ്പോഴൊക്കെ നമുക്ക് ടൈം കിട്ടുമോ ഏറ്റവും ആദ്യം ഞങ്ങൾ പള്ളിയിലാണ് പോകുന്നത്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇന്ന് ആ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ, ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ കിട്ടണേ, അല്ലെങ്കിൽ അടി കിട്ടല്ലേ. ഇന്ന് അവിടെ ആ ടീച്ചറിൻ്റെ കയ്യിൽ വടിയുണ്ടോ, അല്ലെങ്കിൽ മോണിറ്റർ വടി കൊണ്ടുവന്നിട്ടുണ്ടോ, ഇന്ന് പേരയുടെ വടിയാണോ ചൂരലിൻ്റെ വടിയാണോ, അങ്ങനെ കുറേ ചിന്തകളായിട്ടാണ് നമ്മൾ പള്ളിയിലിരിക്കുന്നത്. അപ്പം അടി കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എന്നോട് ചോദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ടീച്ചറിന്ന് വരല്ലേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ എന്തോരല്ലേ പ്രാർത്ഥിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു യുഗത്തിൽ കുട്ടികളുടെ കയ്യിൽ നിന്നും അടി കിട്ടാതിരിക്കുക അധ്യാപകരാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലേ. നമ്മൾ പല ഇൻസിഡൻറ്റും കണ്ടിട്ടുണ്ടല്ലേ, പല സ്ഥലങ്ങളിലും അധ്യാപകരെ കുട്ടികൾ കൈയേറ്റം ചെയ്യുന്നതും അവരോട് വഴക്കുണ്ടാക്കുന്നതും കുട്ടികളെ ശാസിക്കാൻ വയ്യാത്തൊരവസ്ഥയൊക്കെ അല്ലേ. ശരിക്കും ഇവിടുത്തെ ഒരു UK ഇത് വെച്ചിട്ട് ഈവൻ മാതാപിതാക്കൾക്ക് പോലും കുട്ടികളോട് ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് അവരെ ശാസിക്കാനായിട്ടുള്ളൊരു റൂൾ ഇവിടെ ഇല്ല. കാരണം അവരെപ്പോഴും അവരുടേതായ ഫ്രീഡത്തിൽ ജീവിക്കണമെന്നാണ് ഇവിടുത്തെ UK ഗവൺമെൻറ് പറയുന്നത്. അപ്പം നമുക്കിപ്പം ഒരുപാട് സ്വരത്തിലൊന്നും അവരെ അങ്ങനെ ഷൗട്ട് ചെയ്യാൻ പറ്റില്ല, അടിക്കാൻ പാടില്ല. ഇപ്പം നമ്മളെങ്ങാനും ഒരു കൊച്ചിനെ അടിച്ചെന്ന് കരുതിക്കോ, അടിച്ച് അവരുടെ തൊടയിലോ അല്ലെങ്കിൽ കയ്യിലോ പാടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചർ ചിലപ്പം അറിയാതെ ചോദിക്കുമല്ലോ എന്താണെന്ന്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വിടും, മോളെ പറയരുതെന്ന് പറഞ്ഞു വിടും. എന്നാലും ചിലപ്പോൾ ടീച്ചർ ചോദിക്കുമ്പം ഇന്നസെൻ്റ് ആയിട്ടുള്ള മനസ്സാണല്ലോ കുഞ്ഞുങ്ങളുടെ. അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു പോകും, അത് ഇന്നലെ ഡാഡി അല്ലെങ്കിൽ മമ്മി തല്ലിയതാന്ന് പറഞ്ഞു പോകും അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വരികയും നമ്മളെ അറസ്റ്റ് ചെയ്യുകയും ഈ കൊച്ചിനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കുകയും അങ്ങനെ പലതരത്തിലുള്ള റൂൾസാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് കൊച്ചിനെ കാണാൻ പറ്റുന്നത് തന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം നമുക്ക്
കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി ഇല്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ. കാരണം കുഞ്ഞുങ്ങളെ ഒരിക്കലും അടിച്ച് വളർത്തരുതെന്നാണ് ഇവിടെയുള്ളൊരു നിയമം. പിന്നെ നമ്മുടെ നാട്ടിൽ ശരിക്കും നമുക്ക് അന്നൊക്കെ ഈ ഈവൻ മാതാപിതാക്കൾ വരെ നമ്മളെ എന്തോരം അടിച്ചിരിക്കുന്നല്ലേ. നമ്മുടെ ചൂരൽ വടി കൊണ്ടും പുളിയുടെ വടി കൊണ്ടും പേരയുടെ വടി കൊണ്ടൊക്കെ ഈർക്കിളി കൊണ്ടൊക്കെ നമ്മളെ ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്. അധ്യാപകരും അടിച്ചിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കളും അടിച്ചിട്ടുണ്ട്. പിന്നെ എത്രയോ ഖനമുയർത്തിയാണല്ലോ നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മൾ അടിച്ചില്ലെങ്കിലും നമുക്ക് വേദന കിട്ടിയ പോലെ അത്രയ്ക്ക് നമുക്ക് പേടിയല്ലേ ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തേക്ക് ടീച്ചേഴ്സും പിള്ളേരൊക്കെ തമ്മിൽ വളരെ ഫ്രണ്ട്ലിയാണ്. അതൊരു കണക്കിന് നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് ആ ഒരു നമ്മൾ അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം, ആദരവ് അതൊക്കെ ഇപ്പോഴും വേണമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് അല്ലേ. പിന്നെ അതെ. അപ്പോൾ ഇങ്ങനെ കുറേ പോയിന്റുകൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് നമ്മുടെ ചാനലിൽ ഇടണം, നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഇനി ഇതിൻ്റെ കമൻറ്റുകളൊക്കെ നിങ്ങളും കൂടി എഴുതണേ. നിങ്ങളുടെ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാൻ ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ എൻ്റെ യൂട്യൂബ് കാണുന്നവരുണ്ടോ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണേ. ഇതിനെയൊക്കെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്കും പഴയ കാലമായിരുന്നു കുറച്ചുകൂടി സുഖമുള്ളതും സ്നേഹമുള്ളതും റിലേഷൻഷിപ്പ് നന്നായിട്ട് ഉണ്ടായിരുന്നതും കഴിഞ്ഞ കാലങ്ങളായിരുന്നു. പക്ഷേ സൗകര്യങ്ങളുള്ളതും ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ്. സൗകര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഫോണ് ഇപ്പൊക്കെ. നമ്മുടെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞൊടിയിടയിൽ നമുക്ക് വീഡിയോ കോൾ വിളിക്കാം, നാട്ടിൽ നടക്കുന്നത് അപ്പം തന്നെ കാണാം. അന്നൊക്കെ ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യണം. അത് ബുക്ക് ചെയ്തിട്ട് ഇന്ന സമയത്താണ് നമുക്ക് നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർഡിട്ട് വിളിക്കുന്ന ഒരു സംവിധാനം വന്നു, പിന്നെ കോയിനിട്ട് വിളിക്കുന്ന ഒരു സംവിധാനം വന്നു. അപ്പം അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുന്നത്, ഓരോരോ തലമുറയെ വരുമ്പോഴത്തോറും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമുക്ക് മാറ്റത്തിൻ്റെ പുറകെ പോയേ പറ്റൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും സുഖമുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് മധുരമുള്ളതായി തീരുന്നല്ലേ. ഇത് പിന്നിട്ട വഴികൾ തിരിഞ്ഞു നോക്കാൻ ആരോ എഴുതിയ അർത്ഥവത്തായ വരികൾ. ഇത് ഞാൻ എഴുതിയതല്ല, ആരോ എഴുതിയതാണ്. എൻ്റെ കൂട്ടുകാരി സേറ എനിക്ക് ഇട്ടുതന്നതാണ്. അപ്പോൾ അത് വളരെ മധുരമുള്ളതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളൊക്കെ മെസ്സേജായിട്ട് ഇടണേ. നിങ്ങൾ മെസ്സേജോ അല്ലെങ്കിൽ ഇതിടുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് കൂടി ഇടാമോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എനിക്ക് മനസ്സിലാവുമല്ലോ ആരാണെന്നേ. കാരണം ഇത് നമുക്ക് ഈ ഇമെയിലിൻ്റെ അഡ്രസ്സാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല ആരാന്ന്. പിന്നെ ചേച്ചി ഈസ് ഗെറ്റിംഗ് ഓൾഡ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും